വൈദ്യൻ വിളാകത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മുൻ നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമ്മ കഴിഞ്ഞ മാസം 17-നാണ് മരിച്ചത്. സംസ്കാരത്തിന് മുൻപ് കുളിപ്പിക്കുമ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെന്നുള്ള മൊഴിയും കഴുത്തിൽ നിന്നും മുക്കുബണ്ഡം കിട്ടിയതുമാണ് അസ്വാഭാവിക മരണമെന്ന കുടുംബത്തിന്റെ സംശയത്തിന് കാരണമായത്. മകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയ പാറശാല പോലീസ് മൃതദേഹം പുറത്തെടുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആചാരപരമായി തന്നെ വീണ്ടും സംസ്കരിച്ചു. കഴിഞ്ഞ മാസം സെലീനാമ്മ വാങ്ങിയ പുതിയ ആഭരണങ്ങൾ കാണാനില്ലെന്ന് മകൻ രാജൻ പറയുന്നു. അപ്പോൾ അമ്മയുടെ കഴുത്തിൽ ഒരു 2 കമ്മലും 2 ഇയർ ചെയിനും ഒരു മാലയുണ്ടായിരുന്നു. ഈ അടക്കത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഇതുകൊണ്ട് പണയം വയ്ക്കാൻ പോയപ്പോൾ അതൊരു മുക്കുബണ്ഡമായിരുന്നു. അപ്പം ഞാനും വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പം ഞാനില്ലാത്തതുകൊണ്ടാവും അമ്മ ഈ മാലയും സാധനങ്ങളെല്ലാം അലമാരിൽ വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലമാര തുറക്കുന്നത്. അപ്പോഴേക്കും അമ്മ ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ ജോയ് ആലുക്കാസിൽ നിന്ന് 3 പവൻ്റെ ആഭരണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ കുറച്ച് 2 വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി. ആ സംശയം എനിക്കും ബലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.